എന്നെ 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 ദുബായിക്കുള്ള ഒരു വിസ ഒത്തുകിട്ടാൻ സാധ്യതയുണ്ട്. അത് നടന്നാൽ അമ്മാവൻ എന്നോടുള്ള സമീപനം മാറ്റും. അതുവരെ അയാളെ വെള്ളം കുടിപ്പിക്കാം. രാഘവേട്ട, സത്യത്തിൽ എന്റെ അമ്മയ്ക്ക് അവകാശമുള്ള 5 ഏക്കർ തെങ്ങുംപുരയിടം അയാൾ കൈവശം വെച്ചിരിക്കും. അതും അതിന്റെ പലിശയും കിട്ടാതെ എന്റെ ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. രാഘവേട്ടൻ ഇരിക്കും, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ പറയാം. അപ്പൊ ഈ കാപ്പിയുടെ കാശ് ഞാൻ കൊടുക്കണം അല്ലേ? ഇല്ലേ, ഞാൻ നേരെ അങ്ങോട്ടില്ല. നിങ്ങൾ രണ്ടാളും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവിടുത്തെ കാര്യം നീ ഏറ്റോ, ഇവിടുത്തെ കാര്യം ഞങ്ങൾ ഏറ്റു. ശരി. ഒരാളെ അന്വേഷിച്ചു പോയിട്ട് അയാളെയും കാണാനില്ല. ഇത് ആരോട് ചോദിച്ചാലേ വഴി മനസ്സിലാവുക. അതിപ്പോ തങ്കപ്പൻ നായരുടെ വീട്ടിലേക്കുള്ള വഴി അവനറിയാം. പറഞ്ഞു കൊടുക്കട്ടെ. നമസ്കാരം. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി കാണും, അതിലേ പോകരുത്. ഇടത്തോട്ട് പോകുമ്പോൾ ഒരു 2 ഫർലോങ് പോകുമ്പോൾ വീണ്ടും വലത്തോട്ടൊരു വഴി കാണും, അതിലെ 3ാമത്തെ വീടാണ് തങ്കപ്പൻ നായരുടെ വീട്. താങ്ക്സ്. ശരി. പാവം, എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ, ഇപ്പൊ സ്വത്തെല്ലാം ജപ്തി ചെയ്യാൻ പോവാണത്രേ. ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? നീ എന്തിനാ വെറുതെ ജപ്തി കാര്യമൊക്കെ ഇവരോട് പറയുന്നത്? ഇവരൊന്നും അറിഞ്ഞിട്ടില്ല സ്ഥിതിക്ക് ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം. ഒന്ന് ചോദിച്ചോട്ടെ, അല്ല തങ്കപ്പൻ നായരെ പറ്റി ആണെങ്കിൽ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മകളെ പെണ്ണ് കാണാൻ പോവാണേ, ചെറുക്കൻ ഗൾഫിലാ. ദാരിദ്ര്യവാസികളുടെ ഇടയിൽ ചാണ്ട കാര്യം ഇവനില്ല. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അറിയും. എന്തോ നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയാനും തോന്നില്ല. ഒരു പെൺകുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമാണേ. തങ്കപ്പൻ നായർ എന്നെ എല്ലാ സത്യവും നിങ്ങളോട് പറയും. ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? നിങ്ങൾ കല്യാണ പാർട്ടീസ് ആണെന്ന് പറയണ്ട. വെറുതെ സ്വത്തുവരെ അന്വേഷിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യവും തങ്കപ്പൻ നായർ എന്നെ തുറന്നു പറയും. ഓഹോ, പോകാം. ശരി. അങ്ങനെ താങ്ക്സ്. ഇന്നത്തെ സ്ഥിതിക്ക് 1 ലക്ഷം രൂപയെങ്കിലും അമ്മാവും ഉടൻ കെട്ടേണ്ടി വരും. ഈ ഇൻകം ടാക്സുകാർ കണ്ണു വെച്ചാ പിന്നെ പോക്ക. ചതിച്ചല്ലോടാ അച്യുതാ. ഈ കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും ഒന്നും അവന്മാർ പിടിക്കില്ല. പാവപ്പെട്ട കൃഷിക്കാരന്റെ മെക്കെട്ട് കയറിക്കോളും. പാവപ്പെട്ട കർഷകനല്ലല്ലോ അമ്മാവൻ. കള്ളപ്പണം ഒത്തിരി ഉണ്ടെന്ന് അവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മാവ, ഒറ്റ വഴിയേ ഉള്ളൂ. ഉള്ള സ്വത്ത് എല്ലാം കടത്തിലാണെന്നങ്ങ് പറഞ്ഞേക്കണം. കാല് പിടിക്കേണ്ടെന്നാ മടിക്കണ്ട. ഈ വക കാര്യത്തിൽ നിന്ന് അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല അമ്മാവ. അവർ വരുന്നു. അമ്മ ഒരു കാര്യം ചെയ്യണം, ആ മോതിരും മാലയൊക്കെ ഓരി തന്നാട്ടെ. ഞാൻ വെച്ചോളാം, നീ വെക്കോ. അവന്മാര് പുറത്തു പോകുന്നവരെ അമ്മ ഒരു കാര്യം ചെയ്യണം. അമ്മായി നന്ദിനി പുറത്തു വരാൻ നോക്കണം. നമസ്കാരം. നമസ്കാരം. വരൂ. വരണം സാർ, വരണം സാർ. അങ്ങോട്ടിരി. നമസ്കാരം. അങ്ങോട്ടിരിക്കാൻ. മിസ്റ്റർ തങ്കപ്പൻ നായരല്ലേ? അതെ. എന്താണാവോ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല, പോകുന്ന വഴിക്കൊന്ന് കയറിന്ന് മാത്രം. ഇങ്ങനെ പറയൂ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലൊരു കെട്ടിടം പണിയാൻ ഒരു 3-4 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും, ഇല്ലേ? മുത്തശ്ശന്റെ കാലത്ത് പണിതാ. ഇതാ ഇപ്പൊ ഒരു ശാപമായത്. ഇതൊന്ന് വൃത്തിയായിട്ട് തൂത്തു തുടയ്ക്കാൻ ഒരാളെ വെക്കാൻ പോലും ഇന്ന് ശേഷിയില്ല. അയ്യോ, അതെന്ത് പറ്റി? കേസും കോടതിയും, കോടതിയും കേസും ഒക്കെ കടത്തിലായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. പിന്നെ വിട്ടുമാറാത്ത ഈ ചുമയും. പറമ്പിലൊക്കെ ധാരാളം കൃഷിയുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഒക്കെ കാണാനേ എനിക്ക് വിധിയുള്ളൂ. പറമ്പ് മുഴുവൻ പാട്ടത്തിന് കൊടുത്തിരിക്കുക. കുട്ടികളെ ഒന്നേ ഉള്ളൂ, മകളാ. അവളുടെ ചികിത്സയ്ക്ക് തന്നെ വേണം മാസാമാസം നല്ലൊരു തുക. കുട്ടിക്ക് എന്താ അസുഖം? ഇന്നതൊന്നുമില്ല. എന്നാ പിന്നെ ആരോഗ്യമൊന്നുമില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സന്തോഷം. അല്ല, മാറിയേക്ക്.
കുടിക്കാൻ പോയി തൊലയിട്ടില്ല. ഇപ്പൊ എങ്ങനെയിരിക്കുന്ന അമ്മാവ? ഒരു അത്യാവശ്യം വന്നപ്പോ അച്ഛനും വേണ്ടി വന്നില്ലേ? അത് പിന്നെ അങ്ങനല്ലേ അച്യുതാ. നിന്റെ അച്ഛന്റെ കൊനഷ്ട ബുദ്ധി സൂത്രപ്പണിയൊക്കെ നിനക്കും കിട്ടാണ്ടിരിക്കുവോ? നീ അപ്പുറത്ത് ചെന്ന് കാപ്പിയും പലഹാരവും എല്ലാം കഴിച്ചിട്ട് പോയാ മതി. ചെല്ല. നിങ്ങൾ എങ്ങോട്ടേക്കാ? ഞാൻ പോങ്ങാറ്റ പോവാ. സമയമായിട്ട് വണ്ടി പോകുന്നില്ല. നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ വണ്ടി വിടുന്നുണ്ടോ? അദ്ദേഹം ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ കൃത്യസമയത്ത് ഓഫീസിൽ എത്തേണ്ടതാ. അദ്ദേഹം വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറപ്പിച്ചോളാം. പറപ്പിക്കണ്ട, ഓടിച്ചാ മതി. അവനോട് കേറാൻ പറ. അയ്യോ, അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് പറയെടുപ്പ് പോലെ നിർത്തി നിർത്തി പോകാനാണ്. ഞങ്ങൾ വല്ല കാളവണ്ടിയും പിടിച്ചു പോയിക്കോളാം. നീ ചിരിക്കണ്ട. നീ ചിരിക്കാറാമ്മ ഞാൻ പറയാൻ കേട്ടോ. മുണ്ട വെച്ചതാ കൊരങ്ങ. വണ്ടിയിൽ തുണിയിലാണ്ട് ഒത്തിരിക്കുക. ആരെന്ന് പറഞ്ഞാലും ശരി, അദ്ദേഹം വരാതെ വണ്ടി വിടാൻ ഒക്കൂല. അല്ല, അദ്ദേഹം വരാൻ താമസം ഉണ്ടെങ്കിലേ ഞാൻ പോയി ഒരു ചായ കുടിച്ചോണ്ട് വന്നാലോ? ഇദ്ദേഹം ചായ കുടിക്കാൻ പോകുമ്പോഴേ അദ്ദേഹം വന്ന് കേറിയാലോ? എന്ത് ചെയ്യും? നിങ്ങളൊന്ന് വിളിക്കുന്നേ. വലിയ വലിയ ആളുകളെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വിളിക്കാൻ പാടില്ല. തെറ്റാ. യു അണ്ടർസ്റ്റാൻഡ്? ഇതാ കണ്ടോ. പിന്നെ അമ്മാവാ, അല്ല മുബൈനെ തന്നെ വിളിച്ചേ. മുബിനെ വരുന്നോതോ ഞങ്ങള് പോട്ടോ? ആർക്കാടാ ഇത്ര ധൃതി? അത്ര ദുരിതമില്ലെങ്കിലേ ഒരു എയറോപ്ലെയിൻ പിടിച്ചങ്ങ് പോ. എയറോപ്ലെയിൻ ചക്കാത്തിനല്ലോ കാശ് നീടല്ലേ? കാശ് തന്നെങ്കിൽ നിന്റെ സൗകര്യത്തിൽ തുള്ളണോ? എന്റെ ബസ്സാണെങ്കിൽ ഞാൻ പറയുമ്പോ ഓടും, ഞാൻ പറയുമ്പോ നിൽക്കും. ഇങ്ങനെ പോയാ ഓടി ഓടി ഒരു ദിവസം നിൽക്കും. നിന്റെ കരുനാക്കരുന്ന് വിളക്കല്ലേ? നീയൊക്കെ ഈ പൊരിഞ്ഞ വേലത്ത് ഈ മരുഭൂമിയിൽ കൂടെ തെക്ക് വടക്കാണെന്ന് ക്ഷീണിക്കണ്ടെന്ന് വിചാരിച്ച് മുതലാളി ഒരു ബസ് വാങ്ങിച്ചിട്ടപ്പോ ശപിക്കുന്നോടാ. ഇവനെ ഒന്നും നിലയ്ക്ക് നിർത്താൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പെശക് സെന്ററാ. ഉടക്കിയ വണ്ടിക്ക് അതിന്റെ കേട്. അങ്ങനെ ഒരുത്തരം പേടിച്ച് വണ്ടി ഓടിക്കണ്ട. ഇവൻ എവിടുത്തെ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? ഇവൻ മണ്ണൂരല്ലേ? മണ്ണൂര്. ഞാൻ കോങ്ങാറ്റേക്കാ. കോങ്ങാട്ടേക്ക് എത്രയാ ചാർജ്? അത് ഏനം പോലെ വാങ്ങിക്കും. 50 പൈസ. 50 പൈസ. 50 പൈസ കൊടുത്തവനെ ഇറക്കി വിടെ. 50 പൈസ. ടിക്കറ്റ് എടുത്തവനെ ഒന്നും അങ്ങനെ ഇറക്കി വിടാൻ ഒക്കത്തില്ല. എന്നാ ഇവനെ ഇറക്കാതെ വണ്ടി വിടുന്നില്ല. എന്നാ അവനെ ഇറക്കാതെ ഞാൻ വണ്ടി കയറുകയില്ല. നിങ്ങൾ കാരണം ഇത്ര ആൾക്കാരുടെ യാത്ര മുടക്കരുത്. മുതലാളി പറഞ്ഞതാ. പാരമ്പര്യമായിട്ട് പിടിവാശിക്കാരുടെ കുടുംബമാ. 50 പൈസ പിടി. ഞാനായിട്ട് മുടക്കുന്നില്ല. എന്നാ പിന്നെ അതാ നല്ലത്. കാണാം. ഓ കാണാം. പിടിച്ചോ. കൈ വേണ്ടേ? വണ്ടി വിടറോ? വിസിലടിച്ചില്ല. വിസിലിടോ. ഉദ്ദേശിച്ച സ്ത്രീധന തുക കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഇവന്റെ കല്യാണം ഇത്രയും വൈകിയത്. എന്നാലും 5 ലക്ഷവും ഒരു കാറും എന്നൊക്കെ പറഞ്ഞാൽ. കുവൈറ്റിൽ 2 പോഷ് ഫ്ലാറ്റുകൾ, 3 ബെൻസ് കാറുകൾ, 9 ബോട്ടുകൾ, അങ്ങനെ പലതും സ്വന്തമായി ഉണ്ട് എനിക്ക്. അങ്ങ് കുവൈറ്റിലല്ലേ? അതുമല്ല, ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള സ്ഥിതിക്ക് കുറച്ച് രൂപയ്ക്കും ഒരു അംബാസഡർ കാറിനും വേണ്ടി കല്യാണം എന്തിനാ മാറ്റി വെക്കുന്നത്? 4 ആള് ചോദിച്ചാൽ ഞാൻ ഇത് സമാധാനം പറയും മിസ്റ്റർ തങ്കപ്പൻ നായർ. പിന്നെ ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ്. സ്ത്രീധനം മേടിച്ച് സമ്പാദിക്കാനൊന്നുമല്ല. ഇത്രയും തരാൻ ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുന്നത്. എനിക്കൊരു അന്തസ്സല്ലേ. ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. പണമല്ല ജീവിതത്തിൽ വലുത്. കൂടപ്പിറപ്പുകളോടും സഹജീവികളോടുമുള്ള ബന്ധം, അതിൽ നിന്നുണ്ടാകുന്ന സ്നേഹം. എന്താ ശങ്കര? പിന്നെ പാലൂത്ര കോവിലകത്ത് നിന്ന് വരെ മുതലാളിയുടെ മോൾക്ക് ആലോചനകൾ വന്നതാ. അവർക്കൊക്കെ പണമല്ല വലുത്, പാരമ്പര്യമാ. പണമില്ലെങ്കിൽ ഇക്കാലത്ത് പാരമ്പര്യത്തിനൊന്നും യാതൊരു വിലയുമില്ല. പെൺകുട്ടിക്ക് വലിയ സൗന്ദര്യം വേണമെന്നോ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നോ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. പക്ഷേ സ്ത്രീധന തുക ഒത്തുകിട്ടിയാൽ ജാതക പൊരുത്തം പോലും ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. അതെ.
ഏതായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ധൃതിയൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, അവിടെ നിന്ന് എന്തെങ്കിലും അറിവ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കൂ. അത് ഞങ്ങളുടെ വാക്ക്. അല്ല, പയ്യന് പെണ്ണിനെ ഒന്ന് കാണണ്ടേ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ പെണ്ണിന് ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചേക്ക്. ഓ ഓ ശരി. അമ്മേ, ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ വിസയുടെ കാര്യം? കത്ത് വന്നിരിക്കുന്നു. അടുത്ത ബുധനാഴ്ചക്കകം 8,000 രൂപ കൊടുക്കണം. 8,000 രൂപ എവിടുന്നുണ്ടാക്കും മോനെ? പണയം വെക്കാനും വിൽക്കാനുമായി ഇനി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത്രയും നല്ലൊരു ചാൻസ് എന്തായാലും കളയരുത്. ഞാൻ ഏട്ടനോടൊന്ന് പോയി ചോദിച്ചാലോ? അത് വേണ്ടമ്മേ. അതെന്താ? അമ്മാവന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയാൽ കടിക്കോ? ചോദിച്ചാലും അമ്മാവൻ തരില്ല. അത് ചോദിച്ചു നോക്കിയാലല്ലേ അറിയാനൊക്കൂ. അമ്മാവന്റെ കാര്യമായതുകൊണ്ട് നേരത്തെ അറിയാം. ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ ഏട്ടനെ ശല്യപ്പെടുത്തിയിട്ടില്ല. കാര്യം പറഞ്ഞാൽ ഏട്ടൻ തരാതിരിക്കില്ല. അമ്മയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. അപ്പോ 8,000 രൂപ ഞാൻ തന്നാലേ അച്യുതന് ഗൾഫിൽ പോകാൻ പറ്റും. അത്രയല്ലേ ഉള്ളൂ. തൽക്കാലം നിന്റെ 8,000 രൂപ ഇല്ലാത്തത് കൊണ്ട് നീ നിന്റെ സ്വന്തം ചേട്ടനോട് ചോദിക്കുന്നു. അത് തെറ്റല്ല. ചേട്ടന് 8,000 രൂപ ഒന്ന് നിന്നെ സഹായിക്കാനുള്ള കഴിവുണ്ട്, അല്ലേ? ഇല്ലെന്താ പ്രശ്നം? എന്താ അച്യുതാ, പ്രശ്നം വല്ലതും ഉണ്ടോ? അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്നാ പ്രശ്നമുണ്ട്. സാവിത്രി, നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ. ആ ഈശ്വരൻ തന്നെയാണ് എന്നെ പണക്കാരനാക്കിയതും നിന്നെ പാവപ്പെട്ടവളാക്കിയതും. എന്താ അതിന്റെ കാരണം? എന്തോ ഒരു കാരണമില്ലേ? ഉണ്ട്. ഓരോരുത്തരുടെയും കയ്യിലിരിപ്പിന്റെ ഫലം. സത്യം പല്ലിയടിച്ച കേട്ടില്ലേ? സർവശക്തനായ ഈശ്വരന് പോലും നിന്നെ സഹായിക്കാനുള്ള മനസ്ഥിതി ഇല്ലെന്നിരിക്കെ ആ ഈശ്വരനെ മറികടന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഫലം? ഈശ്വരൻ എന്നോട് പറയും, എടാ തകപ്പ, സ്വന്തം ഇഷ്ടപ്രകാരം കണ്ട തെണ്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരുത്തിയെ ഞാൻ ശിക്ഷിക്കാൻ നോക്കുമ്പോ നീ അവളെ രക്ഷിക്കാൻ നോക്കുന്നോടാ തെണ്ടി. നിന്റെ സകല സ്വത്തുക്കളും നശിച്ചു പോട്ടെ. അങ്ങനെ എന്റെ എല്ലാ സ്വത്തുക്കളും നശിച്ച് ഞാൻ പിച്ചപ്പാറ എടുക്കുന്നത് നിനക്ക് കാണണോടി സാവിത്രി? അപ്പോ ഒന്നുമില്ല. നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ. അത് തന്നെ എന്റെ കാര്യം. നാത്തോനെ, വരൂ, അത്താഴം കഴിച്ചിട്ട് പോവാം. വേണ്ട, അവിടെ ആരുമില്ലല്ലോ. ഞങ്ങൾ പോട്ടെ. അച്ചേട്ടാ, കഴിച്ചിട്ട് പോയാ പോരെ? വേണ്ട,